നമസ്തേ. വിശ്വശാന്തി ഫൗണ്ടേഷൻ മോഹൻലാൽ അയാളുടെ ഇടപാടുകൾക്ക് സ്വയം തീർത്ത ഒരു സുരക്ഷാ വലയം മാത്രമാണ് എന്ന് നമുക്ക് പറയാം. ആരും സംശയിക്കാതിരിക്കാൻ, ഞാനും നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കുവാൻ. അത് രൂപീകൃതമാക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന സംഘപരിവാറിന്റെ ഏറ്റവും ശക്തനായ നേതാവിന്റെ കീഴിൽ സുശക്തമായ ദേശീയ സർക്കാർ രൂപീകൃതമായതിന് ശേഷവുമാണ്. മോഹൻലാൽ എന്ന നടന്റെ ഏറ്റവും വലിയ ആരാധക വൃന്ദം ഹൈന്ദവരും പ്രത്യേകിച്ച് സംഘ അനുകൂലികളുമാണ്. ആ സ്നേഹവും വാത്സല്യവും തന്റെ ബിസിനസ് താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തി അയാൾ മുതലെടുത്തതാണ് വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്ന് നമുക്ക് ഇപ്പോൾ തീർത്തും പറയാൻ സാധിക്കും. താനും ഒപ്പം ഉണ്ട് എന്ന തോന്നൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ അണികൾക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിർഭയം തന്റെ അജണ്ടകൾ നടപ്പാക്കാം എന്ന് ആൾ മനസ്സിലാക്കി. തന്റെ രഹസ്യ പണമിടപാടുകളും ബിസിനസ്സും വ്യാപിപ്പിക്കാം എന്ന് കണക്കുകൂട്ടി. അയാളുടെ അഭിനയ ചാരുതി കൊണ്ട് അയാളോട് നിഷ്കളങ്കരായ ഒരു സമൂഹത്തിനുണ്ടായ സ്നേഹം, ബഹുമാനം എന്നത് അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി മാത്രം ഉപയോഗിച്ചു എന്ന് പറയാം. വളരെ ലളിതമായ സംസാരം കൊണ്ടും ആത്മാർത്ഥം തോന്നിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കൊണ്ടും നിഷ്കളങ്കം എന്ന് തോന്നിക്കുന്ന പുഞ്ചിരി കൊണ്ടും അയാൾ ഏറ്റവും വലിയ വഞ്ചന കാണിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത്. മട്ടാഞ്ചേരി മാഫിയയുടെ ആശീർവാദത്തോടുകൂടി അയാൾ അമ്മയുടെ തലപ്പത്ത് സർവസമ്മതനായി അടക്കി വാണ ഒരു ദീർഘകാലം. അവർക്ക് അവരുടെ താല്പര്യങ്ങൾ യഥേഷ്ടം നടപ്പിലാക്കാനുള്ള മറയായി നിന്നുകൊടുത്തു. ദിലീപിനെ കുടുക്കുവാനുള്ള അവരുടെ കുടിലതന്ത്രങ്ങൾക്ക് നേരെ കണ്ണടച്ചു. WCC രൂപീകരിച്ച നടിമാർ ഉയർത്തിയ പ്രശ്നങ്ങളെ പുച്ഛിച്ചു തള്ളി. അധികാരവും പണവും മാത്രമായിരുന്നു ലക്ഷ്യമത്രയും. മുകേഷ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സഹപ്രവർത്തകൻ എന്നു പറഞ്ഞ് അയാൾ പ്രചാരണത്തിന് ഇറങ്ങി. സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ആ ഔദാര്യം അയാളിൽ നിന്നും എന്നാൽ ഉണ്ടായോ? ഇല്ല. ഇതൊന്നും ശ്രദ്ധിക്കാതിരുന്ന സ്വയം സേവകർ അപ്പോഴും അയാളെ ആരാധിച്ചു. കാശ്മീരിൽ മുസ്ലിം തീവ്രവാദികൾ അഴിച്ചുവിട്ട വർഗീയ കലാപവും ഹിന്ദുക്കളുടെ പാലായനവും വരച്ചുകാട്ടിയ കശ്മീർ ഫയൽസ് എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ അപ്രഖ്യാപിത വിലക്കുണ്ടായപ്പോൾ, എറണാകുളം ഷേണായിസ് ഉൾപ്പെടെയുള്ള തിയേറ്ററുകൾ തയ്യാറായപ്പോഴും ആശീർവാദ് സിനിമാസ് അതിന് തയ്യാറായില്ല. സ്വയം സേവകർക്ക് അപ്പോഴും ബോധം വന്നില്ല. ഭാരത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ക്ഷണിച്ച ചുരുക്കം ചില പ്രമുഖ വ്യക്തികളിൽ ഒരാളായിരുന്നു മോഹൻലാൽ. അമിതാഭ് ബച്ചനും അനുരാഗ് പട്യാളും ഉൾപ്പെടെയുള്ളവർ ആ ക്ഷണം സ്വീകരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അത് മോഹൻലാൽ ധിക്കരിച്ചത്? അത് ധിക്കരിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ അപമാനിക്കുകയല്ലായിരുന്നു. എന്നിട്ടും സ്വയം സേവകർ ഈ മോഹൻലാൽ എന്ന വ്യക്തിയെ ആരാധിച്ചു. ഇപ്പോൾ ഗോദ്ര സംഭവം ഹൈന്ദവർക്ക് കൊള്ളാൻ മാത്രമല്ല കൊണ്ടാൽ കൊടുക്കാനും അറിയാം എന്ന് തെളിയിച്ച ഹിന്ദു സമൂഹം ഏറ്റവും വികാരപരമായി കാണുന്ന ആ നരഹത്യയെ വെള്ളപൂശുവാൻ ആരുടെ ഓശാരം വാങ്ങിയാണ് എങ്കിലും അയാൾ നിന്നുകൊടുത്തപ്പോഴും സ്വയം സേവകർ അതും അംഗീകരിക്കും എന്ന് കരുതി എങ്കിൽ അവിടെ തെറ്റിപ്പോയി മോഹൻലാൽ എന്നാണ് പറയാനുള്ളത്. അതിനി വേറെ ആളെ നോക്കണം. ആരാധനയും സ്നേഹവും ബലഹീനതയും മൗഢ്യവുമായി കണ്ട മോഹൻലാലിനെ, വഞ്ചകനെ അവർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇത് ചോര വേറെയാണ്. അവർ തുടങ്ങിയിട്ടേയുള്ളൂ. ചെവിയിൽ നിങ്ങൾ നുള്ളിക്കോ. കൃത്യമായ ഹിന്ദു വിരുദ്ധ അജണ്ടയോടുകൂടി റാൻമൂളി ഗോപിയും ചതിയൻ രായപ്പനും ചേർന്ന് തയ്യാറാക്കിയ വെറും തിരക്കഥയാണ് ഇത്. അതിൽ മാപ്പ് പറയേണ്ടത് മോഹൻലാൽ മാത്രമല്ല, മോഹൻലാലിനെ കൊണ്ട് മാപ്പ് പറയിച്ച് തടിയൂരാൻ അനുവദിക്കരുത് എന്നാണ് ജനങ്ങളൊട്ടാകെ പറയുന്നത്. കൊടും ക്രിമിനലാണ് മോഹൻലാൽ എന്നും ജനങ്ങൾ പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പേ മെനഞ്ഞെടുത്ത കൃത്യമായ തിരക്കഥ. ആരും ഒരിടത്തേക്ക് മാർച്ച് നടത്തിയില്ല. ഒരു തിയേറ്ററും തല്ലിപ്പൊളിച്ചില്ല. ഒരു വാഹനത്തിനും തീ കൊളുത്തിയില്ല. ഒരു നേതാവും മുന്നിൽ നിന്ന് നയിക്കാനും ഉണ്ടായിരുന്നില്ല. കുറച്ചു സംഖ്യ പേര് കിട്ടിയവർ മാത്രം അത് പോസ്റ്റിട്ടു. അത്രമാത്രം സംഭവിച്ചു. എന്നിട്ടും 24 വെട്ടും മാപ്പും പിന്നെ വേറെ കുറെ സംഭവങ്ങളും. കേരളം ഇപ്പോൾ പഴയ കേരളമല്ല. ഒരുപാട് കേരളം മാറി എന്ന് പറയാം. ഇനിയും മാറണം, ഇനിയും മാറും നിമിഷവേഗത്തിൽ തന്നെ. കാരണം കാര്യങ്ങളൊക്കെ അവർ തിരിച്ചടിഞ്ഞു തുടങ്ങി എന്ന് തന്നെ നമുക്ക് പറയാം. ഗോസ്റ്റ് ഹൗസ് ഇൻ എന്ന സിനിമയിൽ അപ്പുക്കുട്ടനെ കുറിച്ച് മുകേഷ് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അപ്പുക്കുട്ടൻ
നമ്മളെപ്പോലെയല്ല, അപ്പുക്കുട്ടന് ഒന്നിനെയും പേടിയില്ല, കാരണം അപ്പുക്കുട്ടന് പേടിക്കാനുള്ള ബുദ്ധിയില്ല എന്ന്. അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്.